മധുരമായ പ്രണയം തുളുമ്പുന്ന ഒരു കിടിലൻ മൂവിയാണ്. അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മളെ ഇമോഷണൽ ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്യും. ഹലോ ഗൈസ്, ക്യാപ്ചർ കോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണ കുറച്ച് ടോപ്പ് 10 ഫീൽ ഗുഡ് മൂവീസ് ആയിട്ടാണ്. ഫീൽ ഗുഡ് മൂവീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് തന്നെ പറഞ്ഞേക്കാം. എല്ലാ മൂവീസൊന്നും പറയണില്ല, കുറച്ച് നല്ല ടോപ്പ് 10 മൂവീസ് മാത്രമേ പറയണുള്ളൂ. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 10ാമത്തെ ചിത്രം ടോവിനോ തോമസ് നായകനായി വരുന്ന എന്റെ ഉമ്മാന്റെ പേര് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതില് നമ്മുടെ ടോവിനോ അച്ഛന്റെ മരണത്തിന് ശേഷം തന്റെ ഉമ്മാനെ അന്വേഷിച്ച് നടക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ് ഈ കഥയിലെ മെയിൻ പ്ലോട്ട്. അതിനുശേഷം ടോവിനോ തന്റെ ഉമ്മാനെ അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയൊക്കെയാണ് ഇതിലെ മെയിൻ സംഭവങ്ങള്. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്തത് 9ാമത്തെ ചിത്രം നമ്മുടെ ശരഫുദ്ദീൻ നായകനായി വരുന്ന പ്രിയൻ ഓട്ടത്തിലാണ്. ഡോക്ടറായ പ്രിയൻ തന്റെ വീട്ടുകാരെ നോക്കാതെ നാട്ടുകാർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതും അതിനെ ചുറ്റിപ്പറ്റി കുറെ സംഭവങ്ങളും വഴക്കും ബഹളവും അതൊക്കെയാണ് ഈ പടത്തിലെ മെയിൻ ഹൈലൈറ്റ്. നല്ലൊരു പടമാണ്, എല്ലാവരും പോയി കാണുക. അപ്പൊ അടുത്ത മൂവി നമ്മുടെ സൈജു കുറുപ്പും ഇന്ദ്രൻസ് ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു കിടിലൻ കോമഡി പടമാണ് ജനമൈത്രി. ഒരുപാട് കോമഡിയും ഒരുപാട് സ്ക്രീൻ പ്ലേ ഒക്കെ ഉള്ള നല്ല ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു കിടിലൻ മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത ചിത്രം പ്രണയവിലാസം. അർജുനേഷൻ നായകനായി വരുന്ന ചിത്രമാണ് പ്രണയവിലാസം. മമിത ബൈജു, അനശ്വരരാജനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അർജുനേഷന്റെ അമ്മ ഇതില് മരിച്ചതിന് ശേഷം അച്ഛനും മകനും കൂടി തന്റെ അമ്മയുടെ കാമുകനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പടമാണ് ഇത്. 6ാമത്തെ ചിത്രം വിനയ് ഫോർട്ട് നായകനായി വരുന്ന തമാശ എന്ന് പറഞ്ഞ മൂവിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ്. വിനയ് ഫോർട്ടിന്റെ ജീവിതത്തിൽ നടക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി കുറെ സംഭവങ്ങളും എല്ലാം ഉള്ള ഒരു നോർമൽ ഇമോഷണൽ കോമഡി അങ്ങനത്തെ ഒരു പടമാണ് തമാശ. അടുത്ത ചിത്രം നമ്മുടെ ഷരഫുദ്ദീന്റെ തന്നെയാണ്, തോൽവി FC. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. മെയിനായിട്ട് ഇതില് കുറച്ച് കോമഡിയും പിന്നെന്താ പറയാ ട്വിസ്റ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. അപ്പൊ ഇത് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ, അല്ലാത്തൊരു പോയി കണ്ടിട്ട് പറയാം. അപ്പൊ അടുത്ത ചിത്രം നമ്മുടെ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകന്റെ പടം തന്നെ വീണ്ടും വന്നേക്കുന്നത് തൃശങ്കു. അർജുൻ അശോകും അന്ന ബെന്നും കൂടി തകർത്ത് അഭിനയിച്ച പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ തകർത്ത് അഭിനയിച്ചിട്ടൊന്നുമില്ല, സാധാ ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയാം. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ പറയാ, അല്ലാത്തവര് പോയി കാണുക. അപ്പൊ അടുത്തൊരു മൂവി പൂക്കാലം എന്ന മൂവിയാണ്. കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. വിജയരാഘവനാണ് ഇതിലെ മെയിൻ ലീഡ് റോൾ ചെയ്യുന്നത്. ജുവർഗീസ്, വിനീത് ശ്രീനിവാസൻ, പിന്നെ അങ്ങനെ കുറെ നിരവധി കാസ്റ്റിംഗുകൾ ഒരു മികച്ച പടം തന്നെയാണ്. നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി ഓഡിയൻസിനെയൊക്കെ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ പടം. നല്ലൊരു മൂവിയാണ്. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത മൂവി നമ്മുടെ ജോജു ജോർജിന്റെ മധുരം എന്ന മൂവിയാണ്. നല്ല കിടിലൻ മധുരമായ പ്രണയം തുളുമ്പുന്ന ഒരു കിടിലൻ മൂവിയാണ്. അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മളെ ഇമോഷണൽ ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്യും. ഒരുപാട് ഹാപ്പിനെസ് എല്ലാം നിറഞ്ഞൊരു കിടിലൻ മൂവിയാണ്. പിന്നെ കുറെ ഹാർട്ട് ടച്ചിങ് സീൻസ് ഒക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് ഇരുന്നൊക്കെ കാണാൻ പറ്റിയ കിടിലൻ മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ടെലിഗ്രാമിന് എവിടെന്നാന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് കാണുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് 10 ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ. അപ്പൊ കണ്ടവർക്കൊക്കെ ഫീൽ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ കാണാത്തവര് ഫീൽ ഗുഡ് മൂവി എന്താന്ന് പോയി അറിഞ്ഞിട്ട് വാ. ഞാൻ നേരത്തെ കുറച്ച് ടോപ്പ് 10 ത്രില്ലേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവര് പോയി കാണുക. അപ്പൊ ഇനി ഇതുപോലുള്ള ത്രില്ലർ മൂവീസ് വേണോ, റൊമാൻസ് വേണോ, കോമഡി വേണോ എന്നൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.